മീനു തൻ്റെ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞു തുടങ്ങി. എൻ്റെ ശരീരത്തിൽ ഒരിക്കലും സ്പർശിക്കാൻ ശ്രമിക്കരുത്. അതായത് എൻ്റെ ശരീരത്തിൽ തൊടാനുള്ള അനുവാദമായി ഈ വിവാഹത്തെ കാണരുത്. ഞാൻ താനും തമ്മിൽ യാതൊരുവിധ അനാവശ്യമായുള്ള ബന്ധങ്ങൾ ഉണ്ടാവരുത്. നമ്മൾ 1 വർഷത്തേക്ക് പിരിയാമെന്ന തീരുമാനത്തോടെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ഓർമ്മ വേണം. യാതൊരു തര ഫീലിങ്സും എന്നോട് തോന്നാൻ പാടില്ല. ഒരു സുഹൃത്തിനോടുള്ള സൗഹൃദം പോലും നമുക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. വെറുമൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമുള്ള ഒരു ബന്ധം, അത് മാത്രമായിരിക്കണം നമ്മൾ തമ്മിൽ ഉണ്ടാവേണ്ടത്. ഇതാണ് എൻ്റെ ആദ്യത്തെ നിബന്ധന. ഇതൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. ജയ് മീനുവിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യം വന്ന് പറയുന്നു വിവാഹം കഴിക്കാമെന്ന്, എന്നിട്ട് പറയുന്നു തൊടാൻ പാടില്ലെന്ന്. ഈ പെണ്ണിന് വല്ല വട്ടാണോ? ജയുടെ ആ നോട്ടത്തിൽ അങ്ങനെയൊരു അർത്ഥമുണ്ടെന്ന് മീനുവിന് തോന്നി. നീ ഇപ്പം എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയാം. എനിക്ക് വട്ടാണോ എന്നല്ലേ? താൻ മനസ്സിൽ ചിന്തിച്ച കാര്യം തൻ്റെ മുഖത്ത് നോക്കി മീനു ചോദിച്ചതുകൊണ്ട് ജയ്യൊന്ന് നെട്ടി. വട്ടല്ല, ഉള്ള സത്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിവാഹം നടക്കേണ്ടത് എൻ്റെയും നിൻ്റെയും ആവശ്യം. നമുക്ക് രണ്ടുപേർക്കും വിവാഹ ജീവിതത്തോട് താല്പര്യവുമില്ല. അപ്പം പിന്നെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ നടക്കുക തന്നെ വേണം. അപ്പം ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നീ പറ. ശരി, അടുത്ത കണ്ടീഷൻ പറ. ജയ് കുറച്ചുകൂടി സമ്മർദ്ദനായി പറഞ്ഞു. അടുത്ത കണ്ടീഷൻ 1 വർഷം. അതെങ്ങനായാലും നമുക്ക് പിടിച്ചു നിൽക്കാം. 1 വർഷം കഴിഞ്ഞ ശേഷം എപ്പോൾ പിരിയണമെന്ന് തോന്നുന്നോ അപ്പം പിരിയാൻ അടുത്ത ആൾ റെഡി ആയിരിക്കണം. അവിടെ ഒരുപാട് എക്സ്ക്യൂസ് പറയാനോ കാരണങ്ങൾ പറയാനോ ഒന്നും പാടില്ല. എപ്പോഴാണോ നമുക്ക് പിരിയണമെന്ന് തോന്നുന്നു അപ്പം പിരിയണം. അതായത് ഒരാൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ആർക്ക് തോന്നുന്നു അവിടെ വെച്ച് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ 1 വർഷത്തിന് മുമ്പ് പറയരുത്. ഓക്കെ? ശരി, ഓക്കെ. വേറെ, അതായത് ഈ വിവാഹം നിൻ്റെയും എൻ്റെയും മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നീയും നിൻ്റെ വീട്ടുകാരും ഞാനും എൻ്റെ വീട്ടുകാരുമല്ലാതെ നിൻ്റെ ഫ്രണ്ട്സോ നിൻ്റെ ഫാമിലിയിലുള്ള മറ്റുള്ളവരോ ആരും തന്നെ അറിയാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞത് വിവാഹം വളരെ രഹസ്യമായിട്ട് മാത്രം നടക്കും. ഒരു കുഞ്ഞു പോലും അറിയാതെ. ഇതാദ്യം നീ നിൻ്റെ വീട്ടുകാരെ സമ്മതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ രഹസ്യമായിട്ട് നടക്കും, ഒരു കുഞ്ഞു പോലും അറിയാതെ. ഓക്കെ? അതായത് നിൻ്റെയും എൻ്റെയും വീട്ടുകാരും മാത്രം. അവരോട് നമ്മൾ ഇക്കാര്യം പറയും. പുറത്ത് പറയാൻ പാടില്ല എന്ന കാര്യം. അതങ്ങനെ അവരോട് പറയും? അത് കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നീ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും കണ്ടീഷൻ? ഇല്ല. ഇത് 3 എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. 1, എൻ്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിക്കരുത്. ഓക്കെ? 2, ഈ വിവാഹം വളരെ രഹസ്യമായിരിക്കണം. നമ്മളല്ലാതെ മറ്റൊരാളും അറിയാൻ പാടില്ല. 3ാമത് എന്താ ഞാൻ പറഞ്ഞത്? നീ ഒന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. 1 വർഷത്തിന് ശേഷം എപ്പോൾ പിരിയണമെന്ന് തോന്നുമോ അപ്പോൾ പിരിയണം. യാതൊരു നിബന്ധനയും ഫീലിങ്സും പാടില്ല. അത്രയല്ലേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ ഓക്കെ അല്ലേ? നമുക്ക് കല്യാണം കഴിച്ചാലോ? എൻ്റെ പൊന്നു ചേച്ചി വലിയ വീട്ടിലെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി ഇപ്പോൾ പറഞ്ഞ കാര്യം ചേച്ചിക്ക് ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല ചേച്ചി. നമ്മൾ മറ്റേ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, ആകാശത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, അത് അത്ര ലാഘവത്തോടെ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ചേച്ചിക്ക് വിവാഹം കഴിക്കാൻ ഒരു പയ്യനെ വേണമെന്നല്ലേ? അത് ചേച്ചിക്ക് ഇഷ്ടം പോലെ ഇവിടെ നിന്ന് അന്വേഷിച്ചാലും കിട്ടും. ഇഷ്ടം പോലെ പയ്യന്മാർ റെഡി ആവുകയും ചെയ്യും. അതിന് എന്നെ ആവശ്യമൊന്നുമില്ല ചേച്ചിക്ക്. എന്നെ വിട്ടേക്കും. എന്നെ കൊണ്ട് ഈ പരിപാടി പറ്റത്തില്ല. എന്നാൽ ശരി, വരട്ടെ ചേച്ചി. എടാ ചേച്ചി പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊണ്ടിത് പറ്റില്ല. ചേച്ചി വിചാരിക്കുന്ന പോലെ അത്ര ഈസിയായ ഒരു കാര്യമല്ല കല്യാണം.
പിന്നെ ചേച്ചിയുടെ കണ്ടീഷൻ കൂടിയൊക്കെ കേട്ടതോടെ എനിക്ക് ഇത് തീരുമാനമായി. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ എന്തിനാ സംസാരിക്കുന്നത്? നടക്കത്തില്ല. ചേച്ചി കല്യാണം കഴിക്കേണ്ട ചേച്ചിയുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞല്ലോ. അതായിരുന്നു, പക്ഷെ അത് ഇത്രയും നാൾ ഞാൻ കൊണ്ടുപോയില്ലേ, ഇനിയും കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റും. അല്ലാതെ അതിൻ്റെ പേരിൽ ഇങ്ങനൊരു കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചേച്ചി വിചാരിക്കുന്ന പോലെ അല്ല ഇത്. ചിലപ്പോൾ എന്താവുമെന്ന് എവിടെ എത്തുമെന്ന് പറയാൻ പറ്റാത്തൊരു കാര്യമായത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞാനില്ല, പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ. ചേച്ചിക്ക് ഒരുപാട് ആങ്ങളമാരുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതോടെ അവരെന്നെ കൊല്ലാൻ വന്നാൽ അതുകൊണ്ട് എൻ്റെ ജീവിതം തീരും. അതുകൊണ്ട് വേണ്ട ചേച്ചി, എന്നെ കൊണ്ടിത് പറ്റത്തില്ല. വെറുതെ എന്തിനാ? ഓക്കെ, ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ. എടാ, ഒന്ന് ആലോചിച്ചൂടെ ഞാൻ പറഞ്ഞത്? പറ്റില്ലെന്ന് പറഞ്ഞല്ലോ ചേച്ചി. ഇതിൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്ത് എവിടെയും കേട്ട് കേൾവി പോലില്ലാത്തൊരു കഥ പറയാണ്. ഇത് സിനിമ പോലെയൊന്നുമല്ല, നമ്മുടെ ജീവിതം. നീ പറഞ്ഞാലും നിനക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. പക്ഷെ ഇപ്പം കഴിക്കുന്നത് വിവാഹം തന്നെയല്ലേ? എടാ, അതെങ്ങനെയാ രണ്ടും ഒരുപോലെ ആവുന്നത്? ഒരാൾ വിവാഹം കഴിക്കുന്നപ്പോഴാ പരസ്പരം ഇഷ്ടപ്പെട്ടാണ്. ഇവിടെ അതില്ലല്ലോ. എൻ്റെ ചേച്ചി, വിവാഹം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ടല്ലോ. എടാ, അതുണ്ട്. പക്ഷേ എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിക്ക് പറ്റിയ ആൾ ഞാനല്ല. ചേച്ചിക്ക് പറ്റിയതിന് ഒരുപാട് പേര് കിട്ടും. എന്നെ വിട്ടേക്ക്. ആ സംസാരം ഇനി നീണ്ടുപോകുന്നത് കാര്യമില്ല എന്ന് മീനുവിന് തോന്നി. അവൻ എന്തായാലും താല്പര്യം കാണിക്കുന്നില്ല. വെറുതെ സംസാരിപ്പിച്ച് തൻ്റെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് മീനുവിന് തോന്നി. അപ്പോഴാണ് പെട്ടെന്ന് ജയുടെ ഫോണിൽ റിങ് ചെയ്തത്. ഫോൺ എടുത്ത ശേഷം ജയ് ഒന്ന് നെട്ടി. എവിടെ? ഏത് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയത്? ആ, ഓക്കെ, ഞാൻ വരാം. ജയ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എന്തു പറ്റി? ആരാ വിളിച്ചേ? എന്താ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞേ? വീണ് ചോദിച്ചു. അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക, ഞാൻ വരാം എന്ന് പറഞ്ഞു ജയ് അവിടെ നിന്നോടി. ഹോസ്പിറ്റൽ? അച്ഛൻ വീണ്ടും തനിക്ക് മുന്നിൽ വഴികൾ തെളിയുന്നുണ്ടോ എന്ന് മീനുവിനൊരു സംശയം. ഹോസ്പിറ്റലിൽ ജയ് എത്തി. അച്ഛൻ ICUയിലാണെന്ന് അമ്മ അറിയിച്ചു. ICUയിൽ നിന്ന് പുറത്തിറങ്ങിയ ഡോക്ടർ ഹാർട്ട് അറ്റാക്ക് ആണെന്നും പറഞ്ഞു. ജയ് വല്ലാണ്ട് നിരാശയിലായി. ICUവിന് പുറത്ത് കരച്ചിലോടിരിക്കുന്ന അമ്മ പറഞ്ഞു, അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹം നിൻ്റെ വിവാഹമാണ് മോനെ. അത് കണ്ട് മരിക്കണമെന്ന് മാത്രമേ ആ അച്ഛന് ആഗ്രഹമുള്ളൂ. ഇനിയും നിനക്കത് വൈകിക്കണോ? അമ്മയുടെ വാക്കുകൾക്ക് മറുപടിയൊന്നും പറയാതെ ജയ് അമ്മയെ നോക്കി. അമ്മേ, ICUയിൽ അച്ഛൻ കിടക്കാണ്. അപ്പം എൻ്റെ വിവാഹകാര്യമാണോ പറയുക? ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. ഇന്നലെ രാത്രി കൂടിയും അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞത്. ജീവിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ മോൻ്റെ വിവാഹം കണ്ടു മരിക്കണം, അതാണ് ആഗ്രഹം. എത്ര നാളെന്നാ വെച്ചാ? നീ ഇതൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കും മോനെ. കണ്ണീരോട് കൂടി അമ്മയുടെ വാക്കുകൾ കേട്ട് ജയ് ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നാണ് മീനുവിൻ്റെ ഫോൺ കോൾ. ഫോണെടുത്ത് ജയ്, ഹലോ ജയ്, അച്ഛൻ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? അപ്പുറത്ത് മീനുവാണെന്ന് ശബ്ദം കേട്ടപ്പോൾ ജയ്ക്ക് മനസ്സിലായി. ഇല്ല, ICUയിലാണ്, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു ഡോക്ടർ. ആണോ? ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ വരാം. മീനു ആ സമയത്ത് പെട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം. ജയ് കട്ട് ചെയ്തു. ജയ് വല്ലാണ്ട് നിരാശയിലാണെന്നും വേദനയിലാണെന്നും ആ വാക്കുകളിൽ നിന്ന് മീനുവിന് മനസ്സിലായി. മീനു മറുത്തൊന്നും പറയാതെ കോൾ കട്ട് ചെയ്തു. കുറച്ചു മുമ്പ് മീനു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ജയ് മനസ്സിരുത്തി ആലോചിക്കാൻ തീരുമാനിച്ചു. വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ വിവാഹമെന്ന തൻ്റെ പ്രശ്നം
മീനു പറഞ്ഞ പൊൻവഴിയിലൂടെ നടത്തിയെടുത്താലോ? ഒരു വർഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ എൻ്റെ വിവാഹം നടക്കും. അവർക്കും സന്തോഷമാവും. എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയാലും ആ സ്വപ്നം അങ്ങ് നടന്നു പോവുമല്ലോ. അതല്ലേ നല്ലത്.